നിയമസഭയിലെ കേരള കോൺഗ്രസ് എം കക്ഷി നേതാവും അതുപോലെ ജലവകുപ്പ് മന്ത്രിയുമായിട്ടുള്ള റോഷി അഗസ്റ്റിനുമായി ചർച്ചയിലേക്ക് ഒരുങ്ങുകയാണ് ലീഗ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അധികാരം തിരികെ പിടിക്കേണ്ടതിൻ്റെ അനിവാര്യത ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. UDF അധികാരത്തിന് പുറത്തായിട്ട് 9 കൊല്ലമായി. 10 കൊല്ലത്തോളം അധികാരത്തിന് പുറത്തിരിക്കുന്ന ഒരു അവസ്ഥ എന്നത് കഴിഞ്ഞ ഏറെ നാളുകളായി ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ 2011 ശേഷം അധികാരം ലഭിക്കാത്തത് കൊണ്ട് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ലീഗിന് കൃത്യമായി അറിയാം. അധികാരം തിരിച്ചു പിടിക്കാനും പാർട്ടിയെ സുസജ്ജമാക്കാനും വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയുള്ള നീക്കമാണിപ്പോൾ നടക്കുന്നത്. മധ്യ തിരുവിതാംകൂറിൽ കേരള കോൺഗ്രസ് എമ്മിനെ കൂടി ഒപ്പം നിർത്താൻ എന്താണ് വഴി? അതേസമയം ജോസഫ് ഗ്രൂപ്പ് ഈ കാര്യത്തിൽ അന്തിമമായി ഒരു കാര്യവും വിട്ടു പറഞ്ഞിട്ടില്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ജോസഫ് ഗ്രൂപ്പിനോടൊപ്പം കേരള കോൺഗ്രസ് എമ്മിൻ്റെ കുറച്ച് അനുയായികൾ കൂടി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ അവർക്ക് അനുകൂലമാകും. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമായിരിക്കെ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോസ് കെ മാണിയെ കൃത്യമായി UDFിനൊപ്പം കൂട്ടുക എന്നുള്ളത് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. PJ ജോസഫ് ആയിരുന്നാലും മോൻസ് ജോസഫ് ആയിരുന്നാലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ പല നേതാക്കൾക്കും ഇതിനോട് അമർഷമാണ്. ലീഗ് അതുകൊണ്ട് തന്നെ തഞ്ചത്തിലും തരത്തിലുമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ജോസ് കെ മാണിക്ക് പാലാ സീറ്റ് ഒഴികെ മറ്റെവിടെയും വിട്ടുവീഴ്ചയാകാം എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് മുന്നണി സാഹചര്യം ഇപ്പോൾ അങ്ങനെ മാറ്റേണ്ട ഗതികേടില്ല. കാര്യങ്ങൾ പിണറായി വിരുദ്ധമായി തന്നെ ഭവിക്കുകയാണ്. കാര്യങ്ങൾ UDFിന് അനുകൂലമാണ്. ജോസഫ് ഗ്രൂപ്പിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നണി സംവിധാനം അത് മധ്യ തിരുവിതാംകൂറിൽ UDF വോട്ടുകൾ ഉലയ്ക്കും എന്ന രീതിയിലേക്കാണ് മോൻസ് ജോസഫും വ്യക്തമാക്കുന്നത്. റോഷിയെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ മോൻസ് ജോസഫിനും എതിരഭിപ്രായം ഉണ്ട്. നമുക്കറിയാം മോൻസ് ജോസഫും അതുപോലെ തന്നെ റോഷി അഗസ്റ്റിൻ്റെ നിരവധിയായ അനുയായികളും തമ്മിൽ പലയിടത്തും പ്രശ്നങ്ങൾ അതിരൂക്ഷമാക്കി വിടുന്നുണ്ട്. അതൊക്കെ പരിഹരിക്കേണ്ടതിൻ്റെ സാഹചര്യം നിലനിൽക്കുകയാണ്. റോഷി കഴിഞ്ഞ തവണ ഇടുക്കിയിൽ 5000 വോട്ടുകൾക്ക് മാത്രമാണ് ജയിച്ചത്. ഇക്കുറിയും കൂടി പിണറായിയുടെ ലേബലിൽ, പ്രത്യേകിച്ചും ഇടതുപക്ഷ ലേബലിൽ റോഷി മത്സരിക്കുകയാണെങ്കിൽ ഇടുക്കിക്കാർ കൈയൊഴിയും എന്നുള്ളത് റോഷിക്ക് ഏറെക്കുറെ അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് പുതിയ ഇക്വേഷനിലേക്ക് പോകാൻ UDFുമായി ചേർന്ന് സഖ്യം ചേർന്ന് മത്സരിക്കാൻ തയ്യാറാണ് എന്ന ഒരു അർത്ഥസമ്മതത്തിലാണ് അദ്ദേഹവും നിൽക്കുന്നത്. മന്ത്രിസ്ഥാനം രാജിവെക്കാൻ തയ്യാറല്ല. കാലാവധി പൂർത്തിയാക്കട്ടെ, എന്നിട്ട് മുന്നണി മാറി മത്സരിക്കാം എന്ന രീതിയിലേക്കാണ് റോഷിയും ചിന്തിക്കുന്നത്. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗങ്ങളിൽ ഉൾപ്പെടെ പൊട്ടലും ചീറ്റലും അതിരൂക്ഷമാണ്. റോഷിയെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണി പറയുന്നതല്ല ഇപ്പോൾ കേൾക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ അവസാന വാക്ക് KM മാണി ആയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ മകന് ആ പവറൊന്നും കൊടുത്തിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് മന്ത്രിയുടെ ഓരോ നീക്കവും.